പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ വി കുഞ്ഞികൃഷ്ണനെതിരെ പ്രതിഷേധം. കുഞ്ഞികൃഷ്ണന്റെ വീട്ടിലേക്ക് CPM പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ച 15ഓളം പേരാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തിന് പിന്നിൽ പാർട്ടി പ്രവർത്തകരാണെന്ന് കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു. അവകാശം അവർക്ക് നിർവഹിക്കാം. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്താ മനസ്സിലാക്കുന്നത്? പാർട്ടി പ്രവർത്തകർ തന്നെയാണോ? എന്താ? അതെ, പാർട്ടി പ്രവർത്തകരാണെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഈ പ്രദേശത്തുള്ള ഒരാളുമില്ല. അത് കാരവൽ പ്രദേശത്ത് നിന്ന് വന്നവരെ. കാരവൽ എന്ന് പറഞ്ഞാൽ നിഷാദ് എന്ന് വെച്ചാൽ കൗൺസിലർ അയാളുടെ സമീപത്ത് അയാളുണ്ടായിരുന്നൊന്നും അറിയില്ല. ആള് പരോളിൽ ഉള്ള ഒരു കക്ഷി, അങ്ങനെ അതിൽ പങ്കെടുക്കില്ല. പഴയ മുദ്രാവാക്യൊക്കെയാണ്. ഉണ്ണീഷേട്ടാ എവിടെയായിരുന്നു? ഇനിയിപ്പം കണ്ടില്ല. ഉണ്ണീഷേട്ടൻ ഇല്ലാത്ത സമയത്ത് അവർ വന്നു. എവിടെയായിരുന്നു ഉണ്ണീഷേട്ടൻ? ഞാനൊരു കല്യാണത്തിന് പോയതാണ്. രക്തസാക്ഷി ധനരാജിൻ്റെ മരുമകളുടെ കല്യാണമായിരുന്നു. അത് നേരത്തെ ക്ഷണിച്ചിരുന്നു. ഞാൻ പോകാൻ കഴിയില്ല എന്നുള്ള നിലയിൽ രാവിലെ അവരെ വിളിച്ച് പറഞ്ഞതാണ് ഞാൻ ഉണ്ടാവില്ല. പക്ഷേ നിർബന്ധമായും വരണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്ന് പോയി വരാം എന്ന് തീരുമാനിച്ച് പോയി വന്നതാണ്. ഇവരൊക്കെ പാർട്ടി അംഗങ്ങൾ തന്നെയാണോ? CPM എല്ലാവരും അംഗങ്ങളാന്ന് പറയാൻ പറ്റില്ല. രജീഷ്, വലിയ പ്രതിഫലനങ്ങളും പ്രത്യാഘാതങ്ങളും ഒക്കെയാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെ ഉണ്ടാവുക എന്ന് ഉറപ്പാണ്. വി കുഞ്ഞികൃഷ്ണനെ പോലെ അവിടുത്തെ ഏവരുടെയും ജനകീയനായ ഒരു നേതാവ്, പ്രത്യേകിച്ച് ആർക്കും ഒന്നും മോശം പറയാനില്ലാത്തൊരു നേതാവ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അത് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. ഇപ്പോൾ ഈ പ്രതിഷേധവും ഒക്കെയായി ഇത് തെരുവിലേക്ക് നീങ്ങുകയാണോ? ശ്രീജ, വലിയ തോതിലുള്ള പ്രതിഫലനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഇന്നുണ്ടായത് വളരെ ചെറിയ ഒരു വൈകാരികമായ ഒരു പ്രതികരണമായിട്ട് വേണം കരുതാൻ. കേവലം 15 പേർ മാത്രമാണ് വി കുഞ്ഞികൃഷ്ണന്റെ വെള്ളൂരിലെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയുള്ള വി കുഞ്ഞികൃഷ്ണന്റെ തുടരെയുള്ള പ്രതികരണങ്ങൾക്കിടെയാണ് ഈ ഒരു സംഭവം നടന്നത്. 15ഓളം പ്രവർത്തകർ പ്രതിഷേധവുമായി കുഞ്ഞികൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തുകയും വീടിന് മുന്നിൽ പടക്കം വെച്ച് പൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ സമയം കുഞ്ഞികൃഷ്ണൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. സമീപത്ത് അടുത്ത് തന്നെയുള്ള കൂർമ്പ ഓഡിറ്റോറിയത്തിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടന്നത്. പടക്കം പൊട്ടിച്ച് പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയതിന് പിന്നാലെയാണ് വി കുഞ്ഞികൃഷ്ണൻ സ്ഥലത്തെത്തിയത്. വിവാഹത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ഫണ്ട് വിവാഹത്തിൽ പ്രധാനപ്പെട്ട രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട ധനരാജിന്റെ തന്നെ മരുമകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതാണ് എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചത്. പോകാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചെങ്കിലും കുടുംബത്തിന്റെ സ്നേഹപൂർവമായ ഒരു നിർബന്ധത്തിന് വഴങ്ങി പങ്കെടുത്തു എന്നും രാഷ്ട്രീയത്തിനപ്പുറമായ ഒരു ഊഷ്മളമായ ബന്ധമാണ് കുടുംബവുമായി ഉള്ളതുമെന്നൊക്കെ കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. ഇന്നലെ മുതൽ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം വ്യാപകമായ പോസ്റ്ററുകളും ഫ്ലെക്സ് കാർഡുകളും ഒക്കെ ഉയരുന്നതും നമ്മൾ കണ്ടതാണ്. അതിൽ ചിലതൊക്കെ തകർക്കപ്പെട്ടിട്ടുമുണ്ട്. വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ കുറച്ചുകൂടി കനക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീജ, ശരി. രജീഷ് കുളങ്ങരയാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.